ഹായ് ഗൈസ്, സാലൂസ് റിയാലിറ്റിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ഗസ്റ്റ് ഉണ്ട്. ഒരു ഗസ്റ്റ് അല്ല, 2 ഗസ്റ്റ് അപ്രതീക്ഷിതമായിട്ട് വന്നു. അതിൽ ഒരു ഗസ്റ്റ് പെട്ടെന്നുള്ള അപ്രതീക്ഷിത വരവായിരുന്നു. എല്ലാ വിവരങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പം വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നമ്മളെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ കാണാം. ഇതിൻ്റെ ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ലൈക്ക് അടിക്കാനുള്ളവർ ലൈക്ക് അടിക്കാം, കമൻറ്റ് വിടാനുള്ളവർ കമൻറ്റ് വിടാം. ഓക്കെ, മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആരൊക്കെ ഗസ്റ്റ് എന്നുള്ളത് നമുക്കിതാ വീഡിയോയിലൂടെ കാണാം. ഓക്കെ, കമോൺ. അപ്പോൾ ഞാൻ പറഞ്ഞ ആദ്യത്തെ ഗസ്റ്റ്, അപ്രതീക്ഷിത ഗസ്റ്റ് ഹംസമിന്നുലെ ഹംസക്കാണ്. മൂപ്പർ പറയുന്നത് എന്താണ് നമുക്ക് കേൾക്കാം. അപ്പോൾ ഇത് ഇവരുടെ ചാനലാണ് കേട്ടോ. നമ്മൾ ഇപ്പോൾ ഇവരുടെ വീട്ടിൽ വന്നെയാണ്. നമ്മളില്ല, ഞാൻ ഒറ്റക്കാളുള്ളൂ. സാലൂസ് റിയാലിറ്റിയിലെ അതാണ് ഇവരുടെ ചാനലിൻ്റെ പേര്. അപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെയാണ്, മടവൂരാണ് ഇവരുടെ വീട്. അപ്പോൾ ഞാൻ വേറൊരു ആവശ്യത്തിന് വന്നപ്പോൾ നമ്മളെ ചാനലുണ്ട്, ഒന്ന് സപ്പോർട്ട് ചെയ്യുമെന്നൊക്കെ ചോദിച്ചാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ നാട്ടിലാണ്. ഇവരത്രയും ബുദ്ധിമുട്ടിലൂടെയൊക്കെ പോകുന്ന ഒരു ഫാമിലിയാണ്. ഇക്കൊക്കെ നടക്കാൻ ബുദ്ധിമുട്ടാണ്. അത് എന്ത് പറ്റിയതാ? ജന്മനള്ളിയാണ്, നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഇതാ ഈ വണ്ടിയിലാണ് യാത്ര കാര്യങ്ങളൊക്കെ. ഇത് എൻ്റെ വൈഫാണ്, പേര് ആത്തിക്ക അല്ലേ? അതെ, ഇവർ രണ്ടാളും കൂടിയാണ് വീഡിയോസൊക്കെ എടുക്കുന്നത് കേട്ടോ. ഇത്താക്ക് ചെറിയൊരു ഇപ്പം വന്നതാണ് അല്ലേ, ഈ വെള്ളപ്പാണ്ടിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് ജീവിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരു അത്താണി ഒരു ശ്രമമാണ്. സക്സസ് ആവുമെന്ന് അറിയില്ല എന്നൊക്കെ ഉള്ളത്. നല്ല വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരല്ലേ നമ്മളെല്ലാവരും. അപ്പോൾ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഇത് ഇടുമ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ പോലെ നല്ല വീഡിയോസൊക്കെ ഇടും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നല്ല അടിപൊളി വീഡിയോസൊക്കെ ഇട്. ഓക്കെ, അപ്പോൾ എല്ലാവരെയും സപ്പോർട്ടൊക്കെ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഗസ്റ്റൊക്കെ വരുന്നുണ്ട് അല്ലേ? ബിരിയാണീൻ്റെ മേക്കിംഗ് ഒക്കെയാ. ഇന്നോല് വരുന്നൊക്കെ വീഡിയോ എടുക്ക്. വീട്ടിൽ ഗസ്റ്റുകൾ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വീഡിയോ ഉണ്ടല്ലോ ഇപ്പോൾ എടുത്ത, ഇതിൻ്റെ കണ്ടിന്യൂ ആയിട്ട് അതും എടുത്തോ. ഓക്കെ, അപ്പോൾ പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ്, ഹംസൊക്കെ പറഞ്ഞ മാതിരി നമുക്ക് വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുഡ് പ്രിപ്പറേഷനിലാണ് ആത്തിക്ക. അപ്പോൾ എന്തൊക്കെ ഉണ്ടാക്കണം നമുക്ക് നോക്കാം. അപ്പോൾ ആത്തിയ ഇന്നെന്തൊക്കെയാ സ്പെഷ്യൽ ഒരു വരുന്നുണ്ട്? ഇന്നെന്താ ബീഫ് ബിരിയാണിക്കുള്ള മസാലകളാണ് മുറിക്കുന്നത്. പച്ചക്കറി ഐറ്റംസ് ഒക്കെ, വെളുത്തുള്ളി നന്നാക്കണം, ഇഞ്ചി നന്നാക്കണം. പിന്നെ വേറെ എന്തൊക്കെയാ ഉള്ളത്? പിന്നെ ബീഫ് പൊരിച്ചത്. ബീഫ് ഇത് അവിടെ പൊരിഞ്ഞും കണ്ടിട്ടുണ്ട് കേട്ടോ. വെള്ളം വറ്റിയില്ല, വെള്ളമൊക്കെ വറ്റിയ പൊരിച്ചെടുക്കണം, വേവിച്ച് പൊരിക്കട്ടോ. ഇതിപ്പോൾ വെള്ളം വറ്റിച്ചും കൊണ്ടൊക്കെ അതെന്താ വെച്ചാൽ വലിയ കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും ബീഫ് ഉണ്ടാകുമല്ലോ. അപ്പം പിന്നെ നമുക്ക് പുറത്തുനിന്ന് ചിക്കൻ ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒക്കെ ബീഫിൽ തന്നെ അങ്ങ് തീർക്കാറുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് വേറെ പണി തന്നത് എന്താ, പെട്ടെന്ന് വിരുന്നാർ വരുന്നത് പെട്ടെന്ന് തീരുമാനമായതാട്ടോ. അപ്പോൾ അത് ആദ്യമൊക്കെ അലക്കി വെച്ച തുണികളുണ്ട്, അതൊന്ന് ഡ്രയറിലോട്ട് മാറ്റി കൊടുക്കാൻ പറയുന്നുണ്ട്. ഒന്ന് മാറ്റി കൊടുത്താട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ കച്ചറാവും. ഇല്ല, ഇതൊന്ന് തുണി ഇങ്ങോട്ട് മാറ്റി ഡ്രയറിലോട്ട് മാറ്റി കൊടുക്കണം. ഡ്രയർ ഇപ്പോൾ കാലിയാണ്. അപ്പോൾ ഗൈസ്, ആദ്യമൊക്കെ തന്നെ പിന്നെ വീണ്ടും പുറത്തേക്ക് പറഞ്ഞേക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾ വരുന്ന ഗസ്റ്റിലെ ബീഫ് കഴിക്കാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഫിഷോ ചിക്കനോ കിട്ടുമോ നോക്കട്ടെ പോയിട്ട്. ഓക്കെ, അപ്പോൾ ഫിഷ് പോയി നോക്കിയപ്പോൾ ഫിഷ് കിട്ടിയില്ല ഗൈസ്. അപ്പോൾ അതാ ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. പെരുന്നാളായതുകൊണ്ട് ഫിഷൊക്കെ കട്ടിക്കണം, ബീഫ് ഉണ്ടാവില്ല എല്ലാവരും വീട്ടിലും. അപ്പോൾ ഗൈസ് ഇതാ ചിക്കൻ ഉണ്ട്, ചെറുനാരങ്ങ ഉണ്ട്, രണ്ടും ഇതാ വാങ്ങിക്കൊണ്ടുവരാൻ കേട്ടോ. ആദ്യമൊക്കെ അതാ ബിരിയാണിക്കുള്ള അരിയിലുണ്ട്. ഇപ്പോൾ ഭക്ഷണത്തിൽ പറയും നെയ്ച്ചോറാക്കി എടുക്കാനുള്ള അരിയിലാണ് നേരിട്ട് നെയ്ച്ചോറായിട്ട് നമ്മളെ മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മസാല അതാ സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ അരി വെന്ത് ഈ മസാലയൊക്കെ ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ ബിരിയാണി റെഡി.
അപ്പോൾ ഗൈസ് ഇന്നതാ നമ്മൾ ഗസ്റ്റിനെ കൂട്ടാൻ വേണ്ടി പോവാണ്. ഗസ്റ്റിനെ അവിടെ പോയി കൂട്ടിയാലേ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഗൈസ് ഇതാണ് ഗസ്റ്റ്, നമ്മളെ ബഷീർക്കും ഫാമിലിയാണ്. ഇവരപ്പോൾ നമ്മളെ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കാത്തിക്കാണ്. ഇവിടെ ഇറങ്ങിക്കാ ഓ ആയിക്കോട്ടെ. അപ്പോൾ ഗസ്റ്റിനെ കൊണ്ടുവരുമ്പോഴേക്കും പാത്തിക്കഥ അവിടെ ബിരിയാണിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. റൈസും മസാലയും വേർതിരിക്കുന്ന പരിപാടിയാണ്. കുടംപുളി അപ്പോൾ ഗൈസ് നമ്മൾ ചിക്കനൊക്കെ വാങ്ങി ചിക്കൻ മസാല ഒക്കെ ഇട്ട് വേറെ ഉണ്ടാക്കി. ഞാൻ ചോറ് ഒരുമിച്ചാണ് വെച്ചത്. അപ്പോൾ വിളമ്പാൻ നേരത്തെയാണ് റംലത്താത്ത പറയുന്നത് അതിൻ്റെ നീര് വന്നാൽ പോലും തിന്നാൻ പറ്റൂല, ചൊറിയുന്നു. അങ്ങനെ ഓല് വരുമ്പോൾ അയില കൊണ്ടുവന്നു. ആ അയില റംലത്താത്ത തന്നെ എടുത്ത് വേഗം മുളകിട്ട് വെറും ചോറും മീൻ കറിയും തന്നെ ആക്കേണ്ടി വന്ന്. ചിക്കനെ മസാലയൊക്കെ കൂട്ടിയിട്ടു, ചോറ് തൊട്ട് നോക്കിയില്ല. അങ്ങനെതാ റംലത്താത്ത അയിലൊക്കെ മുറിച്ച് കൊണ്ടുവന്നേന്നു കേട്ടോ. അതിനെ കൊണ്ട് വേഗം ഉള്ളിയും തക്കാളിയൊക്കെ തളിച്ച് കറിയൊക്കെ റെഡിയാക്കി. ഇതാട്ട് എൻ്റെ ചിക്കൻ മസാല അതൊക്കെ വെറുതെ ആയി. പിന്നെ ചിക്കനൊക്കെ ഒരു കൂട്ടി ചോറൊക്കെ വിളമ്പാണ്. അങ്ങനെതാ നമ്മളെ ബിരിയാണിയൊക്കെ റെഡിയായി അടിപൊളിയായി. അതിൽ അണ്ടിയും കിസ്മിസും ഉള്ളിയൊക്കെ തോന്നിച്ചിടാൻ മറന്നായിട്ടോ, തിരക്ക് പിടിച്ചാക്കിയിട്ട്. അങ്ങനെതാ എല്ലാവരും. അപ്പോൾ അങ്ങനെ ഗൈസ് ഫുഡൊക്കെ കഴിഞ്ഞത് അവരെ തിരിച്ച് പോവാണ്, അവരെ തിരിച്ച് കൊണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് വിടാം. ഓക്കെ, നമ്മളെ ചാനൽ കൂട്ടാക്കാത്തവർ കൂട്ടാക്കാം. ഓക്കെ, ബൈ.